ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുമെന്ന് പ്രതിപക്ഷ സഖ്യമായ മതേതര ജനാധിപത്യ മുന്നണി. നിലവിലുള്ള ഭരണസമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ടു തേടുന്നതെന്ന് മുന്നണിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി YA റഹീം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. KMCC ഇടത് സഖ്യത്തിൽ പൊരുത്തക്കേടുണ്ടെന്നും ഇത് പ്രതിപക്ഷ സഖ്യത്തിന് ഗുണം ചെയ്യുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുൻ പ്രസിഡന്റും നിലവിലെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് YA റഹീമിന്റെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ സഖ്യമായ മതേതര ജനാധിപത്യ മുന്നണി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 6 മാസം മുൻപ് മത്സരത്തിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നുവെന്ന് അഡ്വക്കേറ്റ് YA റഹീം വ്യക്തമാക്കി. നിലവിലെ ഭരണസമിതിയുടെ പോരായ്മകളും ഭാവിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും മുൻനിർത്തിയാണ് വോട്ട് ചോദിക്കുന്നത്. ഞാൻ 9 മാസം അവരുടെ അക്കൗണ്ടിലിട്ട അവരുടെ വോളണ്ടിയറിലെ അലവൻസ് ഒരു കൊല്ലം പെൻഡിങ് ആക്കി. മെമ്പേഴ്സിന് ഗുണമുള്ള യാതൊരു കാര്യം ചെയ്യാത്ത തരത്തിലേക്കുള്ള ഒരു സംവിധാനമായതുകൊണ്ട് ഞങ്ങൾ 6 മാസം മുമ്പേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയും ഒരു 200-250 വോട്ടിന് ജയിക്കാനുള്ള ഒരു മുന്നണി രൂപപ്പെടുകയും. മുസ്ലിം ലീഗിന്റെ KMCCയും ഇടത് സംഘടനയായ മാസും ചേർന്ന് നേതൃത്വം നൽകുന്ന ജനാധിപത്യ മുന്നണി എന്ന ഭരണമുന്നണിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും അഡ്വക്കേറ്റ് YA റഹീം ആരോപിച്ചു. ഇതിന്റെ ഭാഗമായാണ് നിലവിലെ ട്രഷറർ ഷാജി ജോണും ജോയിന്റ് ട്രഷററും മറ്റൊരംഗവും ഭരണമുന്നണി വിട്ട് പ്രതിപക്ഷത്തിനൊപ്പം ചേർന്നത്. KMCCയിലെ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടൊരു സഖ്യത്തിന് പാകപ്പെടുന്നൊരു മനസ്സല്ലല്ലോ അവരുടേത്. അതുകൊണ്ട് അവർ ആ അർത്ഥത്തിൽ വോട്ട് ചെയ്യും, ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് നിസാർ തളങ്കരയും ജനറൽ സെക്രട്ടറി P ശ്രീപ്രകാശും നേതൃത്വം നൽകുന്നതാണ് ഭരണമുന്നണി. അടുത്ത ഞായറാഴ്ചയാണ് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്കുള്ള വോട്ടെടുപ്പ്. 7 ഭാരവാഹികളെയും 7 മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.